ഹാരിസ് മദനിയും അതേപോലെ തന്നെ യേശുക്രിസ്തു കൊന്നിട്ടുണ്ട്, കൊല്ലിച്ചിട്ടുണ്ട്, കൊള്ളയടിപ്പിച്ചിട്ടുണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഈ ചർച്ചയുടെ ഭാഗം എന്നുള്ള നിലയിൽ പ്രത്യേക റെഫറൻസുകളൊന്നും ഇല്ലാതെ മുന്നോട്ട് വെച്ചപ്പോൾ ഇത് കേട്ട ക്രൈസ്തവ ലോകം ഞെട്ടി, മറുനാടൻ ഷാജൻ സ്കറിയ ഞെട്ടി, അതേപോലെ തന്നെ കാസയുടെ അതിൻ്റെ ഉത്തരവാദിത്വത്തിലുള്ള കെവിൻ പീറ്റർ ഞെട്ടി. വളരെ വലിയ പ്രശ്നങ്ങളുണ്ടായി. ഏറ്റവും അവസാനം ഹാരിസ് മദനിക്കെതിരെ കേസ് കൊടുത്തു. എന്താണ് ഹാരിസ് മദനിയുടെ കാര്യത്തിൽ ഈ പ്രസംഗം വെളിയിലോട്ട് വന്നപ്പോൾ നമ്മുടെ മറുനാടൻ ഷാജൻ സ്കറിയയുടെ വാക്കുകൾ എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയുടെ തലക്കെട്ട് എന്തായിരുന്നു? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ പന്ന റാസ്കലിനെ കയ്യാമം വെക്കാനാവില്ലെങ്കിൽ ഇറങ്ങിപ്പോടോ വിജയ. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയുകയാണ്, ഈ പന്ന റാസ്കലിനെ എന്ന് വെച്ചാൽ ഹാരിസ് മദനിയെ കയ്യാമം വെക്കാനാവില്ലെങ്കിൽ ഇറങ്ങിപ്പോടാ വിജയ. ഹാരിസ് മദനി എന്തേ ചെയ്തുള്ളൂ? യഹോവ ചെയ്ത കാര്യങ്ങൾ യേശു ചെയ്തു എന്ന് പറഞ്ഞു. കഴിഞ്ഞ വീഡിയോയിൽ യഹോവയുടെ നിയമങ്ങളായി ബൈബിൾ കാണുന്ന കൊലയും കൊള്ളയും മദ്യം നൽകലും ബഹുഭാരിത്വം അനുവദിക്കലും ഉപനാരികളെ അനുവദിക്കലും വീണ്ടും എത്ര തരാമെന്ന് പറയുകയും ചെയ്യുന്നതുമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും, അതേപോലെ അടിമക്കച്ചവടം അടക്കമുള്ള കാര്യങ്ങൾ, അതിൽ യേശുവിനും പങ്കുണ്ട്. ഇതിനു മുമ്പ് ഈ ദൈവം മുകളിൽ ഇരുന്ന് പറഞ്ഞപ്പോൾ അനുസരിച്ച മനുഷ്യർ മാതൃകാ ജീവിതമല്ലേ നയിച്ചത്? അവരെ കൊണ്ട് അധാർമിക ജീവിതം നയിപ്പിക്കുകയായിരുന്നോ മുകളിൽ ഇരുന്നു കൊണ്ട് യേശു ചെയ്തത്? ഇതായിരുന്നു എൻ്റെ ചോദ്യം. ആ ചോദ്യത്തിന് നിങ്ങൾ അഡ്രസ്സ് ചെയ്യണ്ടേ? ഭൂമിയിൽ വന്ന യേശു ക്രിസ്തുവിൻ്റെ 3.5 വർഷത്തിലെ ഗിരിപ്രഭാഷണവും കുറച്ച് പ്രസംഗങ്ങളും മാത്രം എടുത്തു വെച്ചിട്ട് ഇതാണ് യേശു എന്ന് പറയാൻ ക്രൈസ്തവർക്ക് എങ്ങനെയാണ് സാധിക്കുക? കാരണം ആകാശഭൂമി സൃഷ്ടിച്ചത് മുതൽ നിങ്ങളുടെ ബൈബിളിൻ്റെ കഥ തുടങ്ങുന്ന മോശ പ്രവാചകനിലൂടെ വന്ന് കനാന്യരെ യബൂസിരെയും അടക്കമുള്ള ഒരു 7ഓളം സമൂഹങ്ങൾ താമസിക്കുന്ന നാട് മുഴുവൻ അവരെ വെട്ടിക്കൊന്ന് അവരുടെ പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കന്നുകാലികളെയും അടക്കം ശ്വാസമുള്ള സകലതിനെയും കൊന്ന, ആ കൊല്ലിപ്പിച്ച, അതിനു മുമ്പ് 3 ലക്ഷത്തിലധികം വരുന്ന സൈന്യങ്ങളെ ഉണ്ടാക്കി വിട്ട ആ ദൈവമാണ് യേശു എന്ന് പറഞ്ഞാൽ ആ യേശു ഈ ഗുണ്ടകളെ വിട്ട് ചെയ്യിപ്പിച്ചു എന്നാണോ? ഈ ബൈബിളിലെയും യഹോവായ ദൈവവും യേശു ക്രിസ്തുവും തമ്മിലുള്ള അന്തരവും, അല്ലെങ്കിൽ യുദ്ധസമയത്ത് മനുഷ്യരെ കൊല്ലുന്നതിൻ്റെ ചരിത്രവും കൊല്ലാൻ പറഞ്ഞ ആ ഭാഗങ്ങളുമൊക്കെ പറഞ്ഞപ്പോൾ നീ ഉപയോഗിച്ചത് എന്താ? അങ്ങനെ യഹോവായ ദൈവത്തിന്, യേശു ക്രിസ്തുവിന് ആരുടെയും ജീവൻ പിൻവലിക്കാനുള്ള അവകാശമുണ്ടെന്ന്. അതെന്താ പിൻവലിക്കുക? ഇനി മറ്റൊരു കാര്യം എന്താ? ഇസ്ലാമിക വിശ്വാസപ്രകാരം ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ഒരു യുദ്ധവും ചെയ്തിട്ടില്ല, ഒരു കൊള്ള മുതലും പിടിച്ചിട്ടില്ല. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു ക്രൈസ്തവനായിട്ടുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലെ ഈസാ നബി അല്ലേ ക്രൈസ്തവരിലെ യേശുവിനെക്കാട്ടിലും ശ്രേഷ്ഠമെന്ന് തോന്നിയാൽ അവരെ നിങ്ങളുടെ കാഴ്ചപ്പാട് പ്രകാരം അവരെ നിങ്ങൾക്ക് വിമർശിക്കാൻ യാതൊരു അവകാശവുമില്ല. ക്രൈസ്തവ സമൂഹത്തിനോട് ഞാൻ 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നാളിതുവരെ നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അത് അനിലിനെ കുറിച്ച് മാത്രമല്ല, അനിലിൻ്റെ കൂടെയുള്ള സകല മിഷണറികളെ കുറിച്ചിട്ടുമാണ് നമ്മളത് പറഞ്ഞത്. അവരാരും തന്നെ അതിനോട് പ്രതികരിക്കാൻ വന്നില്ല. യഹോവ എന്ന നാമമുള്ള ഏക സത്യ ദൈവമായ നമ്മുടെ പിതാവാം ദൈവത്തിങ്കിൽ നിന്നും അവൻ്റെ പുത്രനും നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിങ്കിൽ നിന്നും നമ്മുടെ ആശ്വാസപ്രദനും സഹായകനും വഴികാട്ടിയുമായ പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ നാമത്തിങ്കിൽ നിന്നും എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും കൃപയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. എൻ്റെ പേര് സന്തോഷ് ഡേവിഡ്. ഒരു ക്രിസ്തീയ മിഷണറിയാണ്. കൊല്ലം ജില്ലയിൽ മൈനാഗപ്പള്ളിയാണ് എൻ്റെ സ്വദേശം. കഴിഞ്ഞ 37 വർഷങ്ങളായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ദീർഘവർഷങ്ങളായി കുടുംബമായി ആഫ്രിക്കയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഇപ്പോൾ ഒരു പ്രത്യേക ദൗത്യത്തിനായി കേരളത്തിൽ ട്രിവാൻഡ്രത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കാണിച്ച ചില വീഡിയോ ക്ലിപ്പുകൾ അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ഈ വീഡിയോയുടെ ലക്ഷ്യമെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ബഹുമാന്യനായ ഹാരിസ് മദനി തുടങ്ങി വെച്ചതും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ മുഹമ്മദ് ഈസ തുടർന്നു കൊണ്ടിരിക്കുന്നതുമായ ചോദ്യങ്ങൾ
വിശുദ്ധ വേദപുസ്തകത്തെക്കുറിച്ചുള്ള എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുവാൻ ഞാൻ തയ്യാറാണെന്ന് വളരെ സ്നേഹപൂർവം വിനയപുരസ്സരം താങ്കളെ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ 3 ചോദ്യങ്ങൾ, അത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് പഴയ ഉടമ്പടിയിൽ യഹോവ അനുവദിച്ച കൊലകൾക്കും കൊള്ളകൾക്കും യേശു പങ്കാളിയാണെന്നും പൗലൂസിൻ്റെ പിന്മാറ്റം, പിന്നത്തേതിൽ ത്രിയേക ദൈവം എന്ന് പറയുന്ന ഉപദേശം. ഇത് മാത്രമല്ല, ഇനി വിശുദ്ധ വേദപുസ്തകത്തിൽ താങ്കൾക്ക് എന്തൊക്കെ ചോദ്യങ്ങളുണ്ടോ അതിനൊക്കെ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറുപടി പറയുവാൻ ഞാൻ ഒരുക്കമാണ്. എന്നാൽ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഈസയെക്കുറിച്ച് പറയുന്ന ഒരു അപവാദമുണ്ട്. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ തനിക്ക് കാഴ്ചക്കാരെ കൂട്ടുവാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള സംവാദങ്ങൾ, ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത്. എന്നാൽ മുഖാമുഖമായിട്ടുള്ള പരസ്യമായ സംവാദത്തിന് സഹോദരൻ മുഹമ്മദ് ഈസയ്ക്ക് ധൈര്യമില്ലെന്നാണ്, അദ്ദേഹം ഭയമുള്ള വ്യക്തിയാണെന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ ഒന്നാമത്തെ കാരണം, യേശുവിൻ്റെ ധാർമ്മികതയെക്കുറിച്ച് പറയുമ്പോൾ മുഹമ്മദ് ഈസായുടെ വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രവാചകന്റെ ധാർമ്മികത അവർ സംസാരിക്കും. അത് ഭയന്നിട്ടാണ് പരസ്യ സംവാദത്തിൽ നിന്ന് മുഹമ്മദ് ഈസ ഓടി ഒളിക്കുന്നത് എന്ന് ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി എൻ്റെ വാദം കേൾക്കുക. നമുക്കിങ്ങനെ ജനത്തെ കൂട്ടിയുള്ള ഒരു പരസ്യ സംവാദം വേണ്ട. താങ്കളുടെ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും പ്രവാചകനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചും എനിക്ക് ഒരു ചോദ്യവുമില്ല. അതിനകത്ത് എനിക്ക് ഒരു വാദവുമില്ല. അത് പാടെ ഒഴിവാക്കുകയാണ്. അതായത് താങ്കളുടെ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചും പ്രവാചകനെക്കുറിച്ചും എനിക്കൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, എനിക്കൊരു സംശയവുമില്ല. നമ്മൾ തമ്മിലുള്ള സംവാദത്തിൽ വിശുദ്ധ വേദപുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് താങ്കൾക്ക് ധൈര്യമായി ഈ സംവാദത്തിൽ പങ്കെടുക്കാൻ കഴിയും. പ്രിയ സഹോദരനായ മുഹമ്മദ് ഈസ പരസ്യ സംവാദത്തിനില്ല എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു കാരണം, താൻ യേശുക്രിസ്തുവിൻ്റെ ധാർമ്മിക മൂല്യത്തെക്കുറിച്ച് പഴയ ഉടമ്പടിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ അത് കേൾക്കുന്ന ക്രിസ്തീയ വിശ്വാസികളുടെ ഹൃദയം തകരുമെന്നും അവർ ഹാരിസ് മദനിക്കെതിരെ കേസ് കൊടുത്തതുപോലെ അദ്ദേഹത്തിനുമെതിരെ കേസ് കൊടുക്കുമെന്നാണ്. അതിനും പരിഹാര മാർഗമുണ്ട്. ഒന്നുകിൽ താങ്കളുടെ പ്രബന്ധം നേരത്തെ തന്നെ തയ്യാറാക്കി എൻ്റെ കയ്യിൽ തരിക. താങ്കളുടെ പ്രബന്ധം അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി താങ്കളുടെ വിഷയം, താങ്കൾ പറയുന്ന വിഷയങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വ്യക്തമായിട്ടുണ്ട്, ആശയം വ്യക്തമാണ്. അതുകൊണ്ട് അതിന് കൃത്യമായ മറുപടി ഞാൻ തരുന്നതായിരിക്കും. താങ്കൾ ഒരു വാക്കുപോലും പറയേണ്ട ആവശ്യമില്ല. താങ്കൾക്ക് വേണമെങ്കിൽ പറയാം, പ്രബന്ധം അവതരിപ്പിക്കാം, ഏത് ശക്തമായ ഭാഷയിൽ വേണമെങ്കിൽ സംസാരിക്കാം. പക്ഷെ എൻ്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഒരു കേസ് ഉണ്ടാകത്തില്ല. ഇനി മറ്റു വ്യക്തികൾ കേസ് കൊടുക്കത്തില്ല. ആ കൊടുക്കാതിരിക്കാനുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ വന്ന് ശാന്തമായിട്ട് അവിടെ ഇരിക്കുക. ഞാൻ മറുപടി പറയാം. താങ്കൾക്ക് എൻ്റെ മറുപടിക്ക് ശേഷം ചോദ്യങ്ങൾ ചോദിക്കാം. അതിനും വ്യക്തമായിരിക്കുന്ന മറുപടി ഞാൻ പറയുന്നതായിരിക്കും. നമ്മൾ തമ്മിലുള്ള ഈ സംവാദത്തിന്
മറൈൻ ഡ്രൈവ് വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കുടുംബാന്തരീക്ഷത്തിൽ ഈ ചർച്ച നടത്തണമെന്നാണ് എനിക്കിഷ്ടം. ഒന്നുകിൽ എൻ്റെ ഭവനത്തിൽ, അല്ലെങ്കിൽ താങ്കളുടെ ഭവനത്തിൽ. ഞാനും എൻ്റെ ഭാര്യയും കൂടെ വരാം, അല്ലെങ്കിൽ താങ്കളും തൻ്റെ ഭാര്യയുമായിട്ട് വരിക. നമുക്കൊരു കുടുംബാന്തരീക്ഷത്തിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇനി അത് താങ്കൾക്ക് സമ്മതമല്ലെങ്കിൽ, ട്രിവാൻഡ്രത്ത് എനിക്ക് നല്ലൊരു സ്റ്റുഡിയോ ഉണ്ട്. നമുക്ക് ആ സ്റ്റുഡിയോയിൽ വന്നിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അല്ല, താങ്കൾക്ക് അങ്ങനെ ഒരു ക്രമീകരണം ഉണ്ടെങ്കിൽ അവിടെ ചർച്ച ചെയ്യാം. ഇത് രണ്ടും സമ്മതമല്ലെങ്കിൽ താങ്കൾ പറയുന്ന ഏത് സ്ഥലത്തും വന്ന് നമുക്ക് മുഖാമുഖമായിട്ടിരുന്ന് ഈ കാര്യങ്ങൾ സുദീർഘമായി സംസാരിക്കാം. കേൾക്കേണ്ടവർക്ക്, താങ്കളുടെ ഭാഗത്തും എൻ്റെ ഭാഗത്തും കേൾക്കേണ്ടവർക്ക് ലൈവായിട്ട് കേൾക്കുവാൻ നമുക്ക് ക്രമീകരണങ്ങൾ വരുത്താം. ഞാൻ ഈ പറഞ്ഞ വ്യവസ്ഥകളല്ലാതെ പ്രിയ മുഹമ്മദ് ഈസയ്ക്ക് എന്ത് വ്യവസ്ഥകളുണ്ടെങ്കിലും അതെല്ലാം പൂർണ്ണമായിട്ട് അംഗീകരിച്ച് താങ്കളുടെ ഇഷ്ടപ്രകാരം ഒരു സ്നേഹസംവാദത്തിന് ഞാൻ തയ്യാറാണെന്ന് വളരെ വിനയപൂർവം താങ്കളെ അറിയിക്കുകയാണ്. താങ്കൾ ഉയർത്തിവിട്ട ചോദ്യങ്ങൾ, വെല്ലുവിളികൾ ബഹുമാന പുരസ്സരം ഞാൻ സ്വീകരിക്കുകയാണ്. ഇനി എന്നെ കേൾക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന പ്രിയമുള്ളവരോട്, ഒരുപക്ഷെ നിങ്ങൾ എന്നോട് ചോദിക്കും, താങ്കൾ ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ വിവാദപരമായ കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല, പിന്നെ ഇപ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ ഒരു പരസ്യ സംവാദത്തിന് തയ്യാറാകുന്നത്? മറുപടി പറയാം. യൂദായുടെ ലേഖനത്തിൽ പരിശുദ്ധ ആത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടത് ആവശ്യമാണ്. ക്രിസ്തീയ ഉപദേശത്തെക്കുറിച്ചും വിശുദ്ധ വേദപുസ്തകത്തെക്കുറിച്ചും പരസ്യമായ ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് കൃത്യമായ മറുപടി കൊടുക്കേണ്ടത് എന്നെപ്പോലുള്ള ഉപദേഷ്ടാക്കന്മാരുടെ കടമയാണ്. രണ്ടാമതായി, പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ചും പ്രത്യാശയെക്കുറിച്ചും ആരൊക്കെ ന്യായം ചോദിക്കുന്നുവോ അവരോട് വളരെ സൗമ്യതയോടെ, സ്നേഹത്തോടെ, ഭയഭക്തിയോടുകൂടെ പ്രതിവാദം പറയുവാൻ നമുക്ക് കടമയുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഈസ, താങ്കളുടെ മറുപടിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കുന്ന പോലെ ഈ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. താങ്കളുടെ സമുദായത്തിലും എൻ്റെ സമുദായത്തിലും ഉണ്ടായിരിക്കുന്ന എല്ലാ തെറ്റിദ്ധാരണകളും, പകയും, ഇടർച്ചയും, മത്സരവും ഇതോടുകൂടെ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ താങ്കൾക്കായി കാത്തിരിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.